സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ഒരു പവന് 1,01,600 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 220 രൂപയാണ് ഇന്ന് കൂടിയത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, 1 ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണവില. അശ്വതി, എൻ്റെ പൊന്നെ എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് സാധാരണക്കാരെ സംബന്ധിച്ച്. കാരണം ഈ കല്യാണ ആവശ്യത്തിനൊക്കെയായി ഇത്തരത്തിൽ സ്വർണം വാങ്ങിക്കുന്ന ആളുകളാണ്. അവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഈ ഒരു വില ഇങ്ങനെ വളരെയധികം കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതും 1 ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പവന് 1,01,600 രൂപ കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷേ അതായത് ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ, അതായത് ഈ പണിക്കൂലി അടക്കം കണക്കാക്കിയാൽ പോലും ഏകദേശം ഒരു 1,10,000 മുതൽ ഏകദേശം 1,12,000 രൂപ വരെ ഈ ഒരു ഘട്ടത്തിൽ നൽകേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. അതായത് 3% GST, ഹോൾമാർക്കിംഗ് ചാർജ്, ആഭരണത്തിന്റെ പാറ്റേൺ അനുസരിച്ചുള്ള പണിക്കൂലി എന്നിവയാണ് ഈ സ്വർണ്ണവിലയ്ക്ക് പുറമെയുള്ള ചാർജുകൾ ഈടാക്കുകയും ചെയ്യുന്നത്. ആ രീതിയിൽ സ്വർണ്ണത്തിന് വില നൽകേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ സ്വർണ്ണത്തിന് വില ഉയർന്നേക്കാമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇതിന് ഏറ്റവും ആദ്യം കാലങ്ങളിൽ നമുക്കറിയാം 1979 കാലഘട്ടങ്ങളിലായിരുന്നു ഇതിനു മുമ്പ് ഇങ്ങനെ സ്വർണ്ണത്തിന് വലിയ രീതിയിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവുകയും വില അധികം വർദ്ധിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് ഇറാനിൽ നടന്ന സംഘർഷങ്ങൾ, അവിടെ യുദ്ധസമാനമായ സാഹചര്യം, അതൊക്കെയായിരുന്നു ഈ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിവെച്ചെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്വർണ്ണത്തിന് ഇത്രയധികം വില കൂടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. അതായത് വലിയ രീതിയിൽ ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് ഏകദേശം 1,760 രൂപയാണ് ഇന്ന് മാത്രം കൂടിയത്. ഗ്രാമിന് 220 രൂപ കൂടി കടന്ന് 1,01,600 രൂപ നൽകിയാൽ പോരാ, അതിന് പണിക്കൂലി ഉൾപ്പെടെ നൽകി സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടി തന്നെയാണ് ഈ സ്വർണ്ണവിലയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അശ്വതി, അതാണ് MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം സ്വർണം ഒരു മികച്ച നിക്ഷേപമായി കാണുന്നവർക്കും അത് ആശ്വാസകരമായ, സന്തോഷകരമായ വാർത്തയാണ്. എന്തായാലും പവന് 1,01,600 രൂപയായിരിക്കുന്നു ഇന്നത്തെ സ്വർണ്ണവില എന്നുള്ളതാണ്. ഗ്രാമിന് 220 രൂപയാണ് കൂടിയത്.